അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ്. പുത്തുമല നമുക്കറിയാം, നമ്മൾ ഈ അടുത്ത് കണ്ട ഉരുൾപൊട്ടൽ, ഏറ്റവും വലിയ കേരളം അല്ലെങ്കിൽ ഇന്ത്യ തന്നെ കണ്ടതിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടൽ 5 വർഷം മുന്നേ, ആ ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നതിന് 5 വർഷം മുന്നേ, അതായത് 2019 ഈ പുത്തുമല ഭാഗത്ത് ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടലിൽ 18-19ഓളം ആൾക്കാർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. അതിൽ ഒരു 5-6 പേരുടെ മൃതശരീരം ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല. അന്നത്തെ കാലത്ത് നമുക്കതായിരുന്നു ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ 5-6 പേരുടെ ബോഡി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് നമ്മളന്ന് വലിയ ദുഃഖത്തോടു കൂടി കണ്ടതാണ്. പക്ഷേ ഇന്ന് ചൂരൽമലയിലും മുണ്ടക്കായിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ഉരുൾപൊട്ടലിൽ 120ഓളം ആളുകളുടെ മൃതദേഹമാണ് കിട്ടാത്തത്. അതുപോലെ 370 ആൾക്കാരുടെ മൃതദേഹത്തിൻ്റെ പാർട്സുകൾ മാത്രമായിട്ടാണ് കിട്ടിയത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഏതായാലും ഉള്ളത് പുത്തുമലയിലാണ്. അന്ന് ഉരുൾപൊട്ടലുണ്ടായ ആ സ്ഥലത്തിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. നിങ്ങൾക്ക് പുറകിൽ കാണാം, വളരെ മനോഹരമായ തേയിലത്തോട്ടമാണ്. പക്ഷേ ഈ തേയിലത്തോട്ടത്തിൻ്റെയും ഒക്കെ ഭംഗി ഇപ്പോൾ പോയിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, തേയില തൊഴിലാളികളെയൊക്കെ കാണാം. ഇവരിൽ പലരും അല്ലെങ്കിൽ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന പലരുമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അവരുടെ ജോലിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഹാരിസൺ മലയാളം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ തേയിലത്തോട്ടമാണ്. ഇവിടെയൊക്കെ നമുക്ക് ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ള സിപ്പ് ലൈനിൻ്റെ ആ ഒരു എൻഡിങ് ഒക്കെ കാണാം. ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഇൻ കേരള എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയ ഒരു സിപ്പ് ലൈനായിരുന്നു. അപ്പോൾ എല്ലാം ഇപ്പോൾ വളരെ മൂകഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ഉരുൾപൊട്ടലിൽ മരിച്ച ആൾക്കാർ, അതായത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഒത്തിരി അധികം ഉണ്ടായിരുന്നു. ആ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ, അതുപോലെ തന്നെ പാർട്സായിട്ട് കിട്ടിയ മൃതദേഹങ്ങളൊക്കെ അടക്കം ചെയ്തിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. അത് ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ സ്ഥലത്ത് തന്നെയാണ്, അവർ കൊടുത്ത സ്ഥലത്താണ് ആ ഒരു മൃതദേഹങ്ങളെല്ലാം അടക്കം ചെയ്തത്. ബോഡികളൊന്നും തിരിച്ചറിയാത്തതുകൊണ്ട് തന്നെ നമ്പറൊക്കെ ഇട്ടാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലത്തേക്ക് പോകാം. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആകാശത്തു നിന്നുള്ള ആ ഒരു ദൃശ്യമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് നമുക്കിവിടെയുള്ള ആൾക്കാരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ പാടികളാണ്. ഇവിടെയൊക്കെ പണ്ട് താമസക്കാരുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴും താമസക്കാരുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെയുള്ള നിരവധി പാടികളാണ് നമ്മുടെ ചൂരൽമലയിലും മുണ്ടക്കൈ ഭാഗത്തൊക്കെ പുഞ്ചിരിമട്ടം ഭാഗത്തൊക്കെ ഇല്ലാതായതും. അതുപോലെ തന്നെ ആ ഒരു പാടികളിലുണ്ടായിരുന്ന ഒത്തിരി അധികം ആൾക്കാർ ഒലിച്ചുപോയി. ഇതിനെയാണ്, ഈ കാണുന്ന ക്വാർട്ടേഴ്സിനെയാണ് പാടി എന്ന് വിളിക്കുന്നത്. ഇതേപോലെ അടുപ്പിച്ച് ഉള്ള ക്വാർട്ടേഴ്സാണ്. ഇത് തേയിലത്തോട്ടത്തിൽ അല്ലെങ്കിൽ പ്ലാന്റേഷനിലെ തേയില നുള്ളുന്ന ജോലിക്കാരായിരിക്കും ഈ ഒരു പ്ലാന്റേഷനിൽ ഭൂരിഭാഗം ജോലി ചെയ്യുക. അവരെല്ലാവരും ഫാമിലി ആയിട്ടാണ് ജോലി ചെയ്യുക. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ കുറച്ച് തൊഴിലാളികൾ ഇവിടെ തേയില നുള്ളി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആരുടെയും മുഖത്തൊന്നും ഒരു സന്തോഷമൊന്നുമില്ല കേട്ടോ. പക്ഷേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് ജീവിച്ചിരിക്കുന്നവർ ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അധ്വാനിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് അവർ ഇപ്പോൾ ഈ ജോലിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജോലിയിൽ കൂടുതലായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്നതും ഹിന്ദിക്കാരായിട്ടുള്ള ആൾക്കാരാണ്.
മലയാളീസായിട്ടുള്ളവർ തീരെ ഇല്ല. കാരണം ഭൂരിഭാഗം പേരും ക്യാമ്പിലും അതുപോലെ തന്നെ ഒറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പല തൊഴിലാളികളും മരണപ്പെട്ട സാഹചര്യവും ഒക്കെയാണ്. അപ്പോൾ എല്ലാ ഈ പാടിയിൽ താമസിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികളെല്ലാം തന്നെ HMLൻ്റെ തൊഴിലാളികളാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കാണാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്. അതായത് തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളെല്ലാം അടക്കം ചെയ്ത സ്ഥലം. പല മൃതദേഹങ്ങളും ഞാൻ നേരിൽ കണ്ടതാണ്. പാർട്സായിട്ടാണ്. അത് നമുക്ക് പറഞ്ഞ് വിവരിക്കാനൊന്നും സാധിക്കില്ല. പലരുടെയും കൈ മാത്രമായിട്ടും ചെവി മാത്രമായിട്ടും കണ്ണ് മാത്രമായിട്ടും ഏറ്റവും അവസാനം ഞാൻ കണ്ടത് ഒരു കിഡ്നി മാത്രമായിട്ടൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി. അപ്പോൾ എത്രത്തോളം ഭീകരമാണ് ഈ കാഴ്ച എന്നുള്ളത് നമുക്ക് മനസ്സിലൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെയായിരുന്നു കാഴ്ചകൾ. അതൊന്നും നമുക്കൊരിക്കലും ഒരു വീഡിയോയിലൂടെ പകർത്താനോ ആരെയും കാണിക്കാനോ ഒന്നും പറ്റില്ല. അത് നേരിൽ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ കണ്ടു. അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു പേടിയും ഒക്കെ കുറേ ദിവസത്തേക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു താനും. അങ്ങനെ കിട്ടിയ മൃതദേഹങ്ങൾ കുറേ ദിവസം അവരവിടെ വെച്ചു. അതിനുശേഷം അതിൻ്റെ DNA കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ആ മൃതദേഹങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പൊതു ശ്മശാനം പോലെ HMLൻ്റെ തന്നെ ഒരു ഏരിയയാണിത്. ഇതേപോലെ ഒരു തേയിലകൾ നിറഞ്ഞു വന്നിരുന്നൊരു പ്രദേശം മുഴുവൻ ക്ലിയർ ചെയ്ത് അവിടെ അടക്കം ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന സ്ഥലത്തിന് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു മൂകഭാവം കേട്ടോ. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വിഷമവും എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗാണ്. അത് ഇവിടെ വന്ന് ഒന്ന് നിന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. വല്ലാത്തൊരവസ്ഥയാണ്. കാരണം തിരിച്ചറിയാൻ സാധിക്കാത്ത 300-ലധികം മൃതദേഹങ്ങൾ ഈ ഒരു ഭാഗത്ത് സംസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര വലിയൊരു സംഖ്യയാണെന്ന്. 300-ലധികം ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 120ഓളം ആൾക്കാരുടെ ബോഡി കിട്ടിയിട്ടില്ല. മൊത്തം മരണസംഖ്യ ഇപ്പോൾ പറയുന്നത് 500-600 എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു കണക്കൊക്കെ ഇനി വരുന്നുള്ളൂ. വരും നാളുകളിലെ ഇതൊക്കെ വരുള്ളൂ. ഏതായാലും നമുക്കിനി ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് കയറി നോക്കാം. ക്യാമറ ഓടിച്ച് ഇതിലെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒത്തിരി സമയം വേണം കേട്ടോ. അത്രത്തോളം വലിയൊരു സ്ഥലമാണിത്. ഓരോരുത്തരുടെയും നമ്പർ ഇട്ട് വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 171, ഇവിടെ 200, ഇവിടെ 180, 163, 177 ഇങ്ങനെ നമ്പറുകൾ ഇട്ടിരിക്കുക കേട്ടോ. പല സ്ഥലത്തും 3-ൽ തുടങ്ങുന്ന അക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത്രത്തോളം എന്താ പറയുക നമ്പേഴ്സ് ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരുപക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഉണ്ടാകല്ലേ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ പുറത്താണോ കയറി ചവിട്ടി നിൽക്കുന്നതെന്ന് പോലെ സംശയം തോന്നുന്ന രീതിയിലാണ്. ഇവിടെ നമുക്കൊരു കുപ്പി കാണാം. ഈ കുപ്പി കണ്ടോ? ഈ കുപ്പി ഇതിനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോഡിയുടെയും നേരെ ഓരോ കുപ്പി വെച്ചിരിക്കുകയാണ്. ആ കുപ്പിക്കകത്ത് ഈ ഒരു മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, അത് ഒരുപക്ഷെ DNA ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമുക്കിവിടെ ഒരു കുപ്പി നമുക്ക് നേരിട്ട് കാണാം. 180 എന്ന് പറയുന്ന ഒരു കുപ്പിയാണ്. അതിൻ്റെ അകത്ത് 180 എന്ന് പറയുന്ന നമ്പറുണ്ട്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത്, അതായത് എന്തെങ്കിലും ഈ ബോഡി തിരിച്ചറിയുകയാണെങ്കിൽ DNA ടെസ്റ്റൊക്കെ നടത്തി തിരിച്ചറിയുകയാണെങ്കിൽ ആ ബോഡി എവിടെയാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പരിപാടി ചെയ്യുന്നത്. പല സ്ഥലത്തും നമുക്ക് ആ കുപ്പി കാണാം. എല്ലാ സ്ഥലത്തും നമുക്ക് ആ കുപ്പി കാണാം കേട്ടോ. ഒത്തിരി ബൊക്കകളും ഒത്തിരി റീത്തുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ വൈറ്റ് ഗാർഡിൻ്റെ ജോലിക്കാർ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലായിരുന്നു ഇവിടെ ഈ ഒരു ബോഡി അടക്കം ചെയ്ത പ്രദേശമുള്ള, അതായത് JCBക്ക് കുഴിയെടുത്ത് ഇങ്ങനെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഒരു കമ്പും അല്ലെങ്കിൽ ഒരു സിമെൻറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇതിന് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഒരു കല്ലറ പോലെ ആക്കുകയാണ്. അതായത് ഒരു ശവകുടീരത്തിൻ്റെ ഒരു രീതി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ടോ, കൊത്തി ഒരു ശവക്കല്ലറ പോലെ ആക്കുവാണ്. അതിന് ശേഷം അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് ഇട്ട് മൂടാണ്. കാരണം മണ്ണ് ഇരുന്ന് പോകാതിരിക്കാൻ, മഴയുണ്ട്, മണ്ണ് ഇരുന്ന് പോകാതിരിക്കാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ അവിടെ ഇങ്ങനെ കണ്ടോ ഒരു ചെടി നട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ
ഒരു നല്ല പ്രവൃത്തി തന്നെയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ നിരവധി അധികം വോളണ്ടിയർമാർ ഇങ്ങനത്തെ പല പ്രവർത്തികളും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എവിടെ ചെന്നാലും ഇവരുടെ ഇതേപോലത്തെയുള്ള വോളണ്ടിയർമാരെ നമുക്ക് കാണാം. പല പല സംഘടനകളുടെ വോളണ്ടിയർമാരെ നമുക്ക് കാണാം. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? CH അബ്ബാസ് എന്ന് പറയും. പിന്നെ മലപ്പുറം ജില്ല വൈറ്റ് ക്യാപ്റ്റനാണ്. ഇയാൾ സംസ്ഥാന വൈസ് ക്യാപ്റ്റൻ സയ്യിദ് ബനിയൂറാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഈ കുപ്പിക്കകത്തൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ ഇന്നിപ്പോൾ പിന്നെ 16ാമത്തെ ദിവസമാണ് നമ്മൾ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ആ ഉരുൾപൊട്ട അന്ന് തന്നെ ഇവിടെ വരികയുണ്ടായി. അത് ഉച്ച മുതൽ തന്നെ ഞങ്ങൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആളുകൾ അന്ന് പിന്നെ ഇപ്പം ഇന്ന് ബെയിലി പാലുള്ള ചൂരൽമലത്തിൻ്റെ ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. 10-20 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ പിന്നെ ഈ മോർച്ചറിയിലെ ബോഡി അവിടെ നിന്ന് കിട്ടുന്ന ബോഡികളൊക്കെ കൊണ്ടുവരുന്നത് പിന്നെ മോർച്ചറിയിലേക്ക് അവിടെ ആയിരുന്നു. നമ്മളെ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ താഴെയുള്ള ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേന്നാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഈ മുണ്ടക്കയത്ത് ഭാഗത്തേക്ക് നമ്മൾ റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയത്. ഈ മുണ്ടക്കയത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ തിങ്ങി താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ആ പള്ളി ഇപ്പം നമ്മൾ ചിത്രത്തിലൊക്കെ എല്ലാവരുടെ നമ്മൾ കണ്ട ഒരു ചിത്രമുണ്ട്, പള്ളിയുടെ ചിത്രം. ആ പള്ളി അടങ്ങുന്ന അങ്ങാടിയാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. ആ മുണ്ടക്കൈയിൽ പിന്നെ തിങ്ങി താമസിക്കുന്ന വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഉരുൾപൊട്ടിയ മണ്ണ് ആ വീടുകളുടെ അടിമണ്ണ് വാരിയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഈ മലവും മണ്ണും ചേർന്ന് നിന്ന ചളി ആണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ചളിയിലൂടെയാണ് നമ്മൾ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരൊക്കെ പിന്നെ ഒരു ബോഡി തിരഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ യന്ത്രങ്ങളും അതുപോലെ വണ്ടികളൊന്നും വരാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ചൂരൽമലയിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉണ്ടാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3 കിലോമീറ്റർ മുകളിലാണ് ഈ മുണ്ടക്കായ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുണ്ടക്കായിലേക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും എത്തില്ല. അപ്പോൾ അന്ന് നമ്മളൊക്കെ പിന്നെ അതിരാവിലെ 6 മണിക്ക് വന്നാലേ ഇവിടുന്ന് നമുക്ക് പെർമിഷൻ കിട്ടുള്ളൂ, കടത്തി വിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കിട്ടണമെന്ന് പറഞ്ഞാൽ ഒരു 3-4 മണി വരെ. അപ്പോൾ അത്രയും പ്രയാസപ്പെട്ട് ഭക്ഷണത്തിന് പരാതിയായിട്ട് പറയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ ഒരു പ്രയാസം ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രം. അപ്പോൾ അത്രയും നമ്മൾ പ്രയാസപ്പെട്ടാണ് അവിടെ റെസ്ക്യൂ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല പ്രദേശങ്ങളിൽ അതുപോലെ പിന്നെ നമ്മളെ വെള്ളാർമലയുടെ സ്കൂളുണ്ടല്ലോ, ഹൈസ്കൂളിൻ്റെ ക്ലാസ് മുറികൾ അതുപോലെ അതിൻ്റെ പരിസരങ്ങളിൽ അവിടെയൊക്കെ നമ്മൾ ഈ മൃതശരീരം തിരഞ്ഞിട്ടുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. പിന്നെ അവസാനത്തിലൊരു 9-ാമത്തെ ദിവസമൊക്കെ 10ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ചൂരൽമല മുതൽ താഴ്ഭാഗത്തേക്ക്, അതായത് സൂചിപ്പാറൻ്റെ വാട്ടർഫാൾസ് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട് ഈ പുഴയുടെ ഉണ്ട്. അപ്പോൾ അവിടം വരെ നമ്മൾ 2 വർഷങ്ങളിലായി തിരയുണ്ടായി. പിന്നെ ഇപ്പം നമ്മൾ ഒരു 12-13 ദിവസമൊക്കെ നമ്മൾ കാന്തമ്പാറയിലേക്ക് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു പകുതി പോകുന്നത് നമ്മൾ മിഷൻ അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ കാലാവസ്ഥ പ്രതികൂലമല്ല. പിന്നെ പല ആളുകൾക്കും അത് അവിടെ എത്തിപ്പെടുമ്പോഴുള്ള ഒരു പ്രയാസം, നമ്മളെ ലീഡേഴ്സിൻ്റെ ഒരു അനുമതിയുടെ വിഷയം, പിന്നെ സർക്കാരിൻ്റെ ഒരു പെർമിഷൻ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ആ മിഷൻ അവസാനിപ്പിക്കുക ചെയ്തു. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ദിവസവും, അതായത് പിന്നെ ഇവിടെ ദുരന്ത മേഖല കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞിട്ട് 5-6ാമത്തെ ദിവസമാണ് ഇവിടെ കബറടക്ക ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 8 ബോഡികളാണ് നമ്മളിവിടെ പിന്നെ മുറ ചെയ്തിട്ടുള്ളത്. അതിൽ 4 ബോഡിയെ ഫുള്ളുള്ളൂ, ബാക്കിയൊക്കെ പീസുകളാണ്. അതുപോലെ അതിൻ്റെ പിറ്റേന്ന് 186 ബോഡി, അതിലും 4-3 ബോഡി മാത്രമേ പിന്നെ ഫുള്ളായിട്ടുള്ളൂ, ബാക്കിയൊക്കെ പീസുകളാണ്, ശരീരാവശിഷ്ടങ്ങളാണ്. അപ്പോൾ 186 ബോഡിയെ നമ്മളന്ന് ഉണ്ടായി. അന്ന് വൈറ്റ് ഗാർഡ് രാവിലെ ഇറങ്ങിയതാണ് ഇവിടെ. അന്ന് 186 കബർ കുത്തണം. അപ്പോൾ അതിന് JCB ഹിറ്റാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സഹായിക്കണം. അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി അത് കബറിൻ്റെ രൂപത്തിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയി ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഞങ്ങൾ വൈറ്റ് ഗാർഡ് PP കിറ്റൊക്കെ അയച്ച് പിന്നെ അവസാനം ഒരു വെള്ളം കുടിക്കുന്ന സമയം എന്ന് പറയുന്നത്
2 മണിക്കാണ്, പുലർച്ചെ 2 മണിക്കാണ്. അന്ന് ബഹുമാനപ്പെട്ട ടി സിദ്ദീഖ് സാഹിബ്, അതുപോലെ തന്നെ ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നാസർ സാഹിബ്, ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളുണ്ടായിരുന്നു. അതായത് പിന്നെ നമ്മളെ ശ്രീധന്യ IAS എന്ന് പറയുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരമായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അവരുടെ സഹകരണം എന്ന് പറഞ്ഞത് വളരെ എടുത്തു പറയേണ്ട, മറ്റാർക്കും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ക്വാളിറ്റി അവരിൽ നമ്മൾ കണ്ട്. പിന്നെ നമ്മളെ ഈ സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഒന്നും ആഗ്രഹിച്ചിട്ട് വരുന്നതല്ല, സംഘടനയുടെ ലേബലിലാണ് വരുന്നതെങ്കിലും അവരുടെയൊക്കെ ഒരു മാനുഷിക മനസ്സുകൊണ്ട് ഒരു പരിഗണന ഉള്ള നിലയ്ക്ക് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീധന്യ IAS ഉള്ള ഓഫീസറൊക്കെ നമ്മളോട് പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് എപ്പോഴും ഞങ്ങൾ ഓർക്കുന്നൊരു സംഗതിയാണ്. അങ്ങനെ ഇപ്പോൾ ഇന്നലെ നല്ലൊരു മഴ ഉണ്ടായിരുന്നു. ഇന്നലെ 3 ബോഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കബറെടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നതിന് ശേഷം അത്ര വലിയ മഴ നമ്മൾ കണ്ടിട്ടില്ല. ഭയങ്കര ഭീകരമായൊരു മഴയായിരുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പെയ്തു. ഈ റോഡൊന്നും കാണാത്ത രീതിക്ക് ഇതൊക്കെ കുത്തി ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ മഴത്താണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കബറുകളിലൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ കബറൊക്കെ താഴുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം തന്നെ നമ്മൾ കൈക്കോട്ടൊക്കെ എടുത്ത് കുറേയൊക്കെ ചാല് കീറി കൊടുത്തു. പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു. പക്ഷേ നമ്മൾ അത് അവസാനിപ്പിക്കുക ചെയ്തു. ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ എല്ലാ കവറുകളും താന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പ്ലാസ്റ്റിക് കവർ മണ്ണിട്ട്, ആദ്യം മുതൽ മണ്ണിട്ട്, പ്ലാസ്റ്റിക് കവറിട്ട് ഇങ്ങനെ കൊമ്പൊക്കെ കുത്തി. അതിപ്പോൾ ഇന്നിപ്പോൾ പല DNA ടെസ്റ്റും വന്ന സ്ഥിതിക്ക് പല ആളുകളും ഈ നമ്പർ വെച്ച് ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്നാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബന്ധുക്കളൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള ഒരു ചടങ്ങോ അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സമർപ്പണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് അവർ വരുമ്പോൾ അവരുടെ ബന്ധുക്കളുടെ ഒരു ഖബറാണല്ലോ. അപ്പോൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ചുറ്റുപാടുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു സന്നദ്ധ പ്രവർത്തകരുള്ള നിലക്ക് വൈകാട് ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ട് ഈ ഖബറിന് കുറച്ചും കൂടെ ഒന്ന് പുനരുദ്ധരിക്കാൻ ഞങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കുപ്പിക്കകത്തെന്ന് വെച്ചാൽ നമ്മളിതിൽ 2 കുപ്പിയുണ്ട്. അതായത് ഒരു ബോഡി വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിക്ക് അതിന്മേൽ നമ്പർ ഉണ്ടാവും. അത് C എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ചൂരൽമലയിൽ നിന്ന് കിട്ടിയതാണ്. NI എന്നുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരിൽ നിന്ന് കിട്ടിയ ബോഡിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് പിന്നെ DNA ടെസ്റ്റിൻ്റെ നമ്പറൊക്കെ ആയിട്ട് വരുന്നത്. ആ ബോഡീൻ്റെ നമ്പർ DNA ടെസ്റ്റ് നമ്പർ. അപ്പോൾ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇത് എടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് നനയാതിരിക്കാൻ കടലാസിൽ എഴുതി ബോട്ടിലാക്കിയാണ്ട് ഒന്ന് ആ ബോഡിൻ്റെ കൂടെ താഴെ വെച്ചിട്ടുണ്ടാവും, ഒന്ന് മുകളിലും വെച്ചിട്ടുണ്ടാവും. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കവറെടുക്കുന്ന സമയത്ത് തന്നെ അവിടെ കൊടുന്ന് വെക്കും. കൊടുന്ന് വെച്ചിട്ട് സർവ്വമത പ്രാർത്ഥന ഉണ്ടാവും. എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചിരുന്നു കൊണ്ട് അവരുടെ ആദ്യം ഒരു മതത്തിൻ്റെ ഉണ്ടാവും, രണ്ടാമത് മറ്റൊരു മതത്തിന് ഹിന്ദുവിൻ്റെ ഉണ്ടാവും, മുസ്ലിമിൻ്റെ ഉണ്ടാവും, പിന്നെ ക്രിസ്ത്യൻ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ സർക്കാരിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ അന്തിമോപചാരം അർപ്പിക്കും, ജനപ്രതിനിധികൾ. പിന്നെ സിദ്ദീഖ് സാഹിബ് എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു ആദരവൊക്കെ അർപ്പിച്ചിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവരുമ്പോൾ എന്ന് വെച്ചാൽ അന്ന് ഈ 156 കബറൊക്കെ മയ്യത്തൊക്കെ കബറെടുക്കുന്ന സമയത്ത് ഒരു 5 ഉദ്യോഗസ്ഥന് ഒരു 5 നമ്പർ കൊടുക്കും. അതായത് 5 ബോഡീൻ്റെ നമ്പർ കൊടുക്കും. അയാളാണ് അതെവിടെ അത് ഏതിലാണ് വെക്കുന്നത്, പിന്നെ ആ ബോട്ടിൽ വെക്കുന്നതും മറ്റേ കല്ലിൽ നമ്പർ എഴുതുന്നതൊക്കെ എൻ്റെ ഉത്തരവാദിത്തം മൂപ്പരൊക്കെ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ എത്ര ബോഡി? ഇപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 270 എങ്ങാണ്ട് ആയിട്ടുണ്ടാവും ഇവിടെ. പിന്നെ അവിടെ മുകളിൽ കുറച്ചുണ്ട്. പിന്നെ കൽപ്പറ്റയിൽ 4, പൊതു ശ്മശാനത്തിൽ 4 എണ്ണം ഉണ്ട്. പള്ളിക്കവറിലെല്ലാം പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണുള്ളത്. തിരിച്ചറിഞ്ഞത് പിന്നെ മേപ്പാടി ജുമാ മസ്ജിദും പിന്നെ അവരുടേതായിട്ടുള്ള മഹലുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ DNA ടെസ്റ്റ് വരുമ്പോഴായിരിക്കും ഇപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ പാർട്സ് ആയിട്ടാണല്ലോ കിട്ടിയത്. അതെ. അപ്പോൾ ചിലപ്പോൾ ഒരാളുടെ തന്നെ ആയിരിക്കാം പല, അതായത് 5 കബർ ചേർന്നതായിരിക്കും ഒരു പക്ഷേ ഒരു വ്യക്തി ഒരാളല്ലേ. ചില ഇതിലൊക്കെ ചെറിയ ഇതിലൊക്കെ ചിലപ്പോൾ കാല്, കൈ, കൈപ്പത്തി, അതുപോലെ പിന്നെ തല ഇല്ല, കാലില്ല, അര മാത്രം ഇങ്ങനെ ഈ ബോഡി ശരീരം മാത്രം അങ്ങനെയൊക്കെയുള്ള ആണുള്ളത്. പിന്നെ ഈ ഖബറുകളിൽ എന്ന് പറയുമ്പോൾ DNA ടെസ്റ്റിൻ്റെ ഒരു ബോട്ടിൽ പിന്നെ ഇറക്കി വെക്കുന്നുണ്ട്, ബോഡിയോടൊപ്പം തന്നെ ഇറക്കി വെക്കുന്നുണ്ട്. നാളെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ പുറത്ത് വെച്ചതൊരു പിന്നെ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ ഉള്ളിൽ നിന്ന് പിന്നെ നമുക്ക് എടുത്തിട്ട് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം. നമ്മൾ അന്നത്തെ 186 മയ്യത്തുകൾ ഈ ബോഡികൾ വെക്കുന്ന സമയത്ത്
വളരെ ഇന്നലെ ഉണ്ടായ മഴക്കപ്പുറത്ത് പുലർച്ചെ 1:30 മണി മുതൽ ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്പർ എഴുതുന്ന സമയത്ത് എല്ലാം മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഒരു കുപ്പിയിൽ നമ്പറുകളടക്കം ഉള്ളിൽ വെക്കുകയും അതോടൊപ്പം തന്നെ പുറത്ത് വേറൊരു കുപ്പിയിലാക്കി വെക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ചൂരൽ മല മേഖലകളിൽ, അതോടൊപ്പം തന്നെ മുണ്ടക്കൈ, സൂചിപ്പാറ ഈ മേഖലകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുഴകളെത്തുന്ന നിലമ്പൂർ മേഖലയിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ കുറേ ഭാഗം ഈ ബോഡികൾ കിട്ടിയത് നിലമ്പൂർ മേഖലയിൽ നിന്ന് കിട്ടി. ഏറ്റവും ദൂരം എത്ര ദൂരത്തിൽ നിന്ന് കിട്ടിയ? നിലമ്പൂരിൽ നിന്ന്. അത് എത്ര ദൂരം ഉണ്ടാവും? ഈ ഇവിടുന്ന് 35 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പോൾ ഏകദേശം സുമാറ പറയുന്നത് അവർ. അപ്പോൾ അവിടെയും നമ്മുടെ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് വൈറ്റ് ഗാർഡ് വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കുറേ ബോഡികൾ വന്നിട്ട് നമ്മൾ തുടക്കത്തിൽ വരുന്ന സമയത്ത് നമുക്ക് യാതൊരു ചിത്രങ്ങളും ഇവിടെ ഉണ്ടായില്ല. കാരണം എല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സേവന രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് തന്നെ. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ഈ നാടുമായി നമ്മൾ 16 ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരായി, നമ്മൾ ഈ ഒരു നാട്ടുകാരായി നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തേക്ക് നമ്മളെ മനസ്സ് പാകപ്പെട്ട് എടുക്കാൻ വേണ്ടി പറ്റി. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ബോഡികളും നമ്മുടെ അമ്മയാണ്, നമ്മുടെ അച്ഛനാണ്, നമ്മുടെ ജ്യേഷ്ഠനാണ്, നമ്മളെ അനിയനാണ്, നമ്മളെ മക്കളാണ്. ചെറിയ മക്കളുടെ ബോഡികളോട് നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്ത് മറവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കവറിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ച് കയറുന്ന സമയത്ത് കണ്ണീരോടെല്ലാണ്ട് തിരിച്ചു കയറാൻ പറ്റുന്ന ഒരു അങ്ങനെ അത്രത്തോളം ഉള്ളൊരു വികാരമാണ് നമുക്കെല്ലാവർക്കും ഇരുന്ന് അനുഭവിച്ചു കൊടുക്കുന്നത്. കാരണം മുണ്ടക്കൈ ഭാഗങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് ബന്ധുക്കളില്ല, ആരുമില്ല. അവർക്കൊക്കെ ആരൊക്കെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ. നമ്മളിപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് വളരെ നിസ്വാർത്ഥമായ സേവനങ്ങൾ തന്നെയാണ് ഈ സംഘടന, വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന സംഘടന. അത് മാത്രമല്ല, ഒത്തിരി അധികം സംഘടനകൾ ഇവിടെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള സംഘടനകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള സംഘടനകളുടെ വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നത് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഈ പരിപാടികളൊന്നും നടത്തില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇപ്പോൾ നടന്ന ഈ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒന്നും ഇതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത മൃതദേഹങ്ങളുടെ DNA ഫലങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഈ DNA റിസൾട്ട് വെച്ചിട്ട് പല ആൾക്കാരും ഇപ്പോൾ ബോഡിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ബോഡി അന്ത്യകർമ്മം നടത്താനൊക്കെ, ശേഷക്രിയകൾ നടത്താനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സംസാരിച്ച പോലെ തന്നെ ചിലപ്പോൾ ഒരാളുടെ മൃതദേഹം ആയിരിക്കാം 5 ശവകുടീരത്തിലൊക്കെ കിടക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കൈ വേറെ, കാല് വേറെ, കണ്ണ് വേറെ, ചെവി വേറെ, കിഡ്നി വേറെ, ലങ്സ് വേറെ, കുടൽ, അങ്ങനെ പല പകുതിയായിട്ട് തലയില്ലാതെ ഇങ്ങനെയൊക്കെയാണ് ബോഡികൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ DNA ടെസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഈ കാണുന്ന ശവകുടീരത്തിൽ നിന്ന് ചിലപ്പോൾ 5 ശവകുടീരത്തിലൊക്കെ ആയിട്ടായിരിക്കും ഒരു ബോഡിയൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാവുക. നമുക്കിനി DNA ടെസ്റ്റിലൂടെയാണ് മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇങ്ങനെ മൃതദേഹം തിരിച്ചറിഞ്ഞ് ആൾക്കാരുടെ ബന്ധുക്കളൊക്കെ ഇനിയിപ്പോൾ ഈ പ്രദേശം സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ശേഷക്രിയകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ അന്ത്യകർമ്മങ്ങളൊക്കെ ഈ ബോഡി ഇവിടെ മറവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നടത്തിയ കർമ്മങ്ങളെക്കുറിച്ചും അവർ പറയുന്നത് കേട്ടു. സർവ്വമത പ്രാർത്ഥന, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ അവരുടെയൊക്കെ മതപണ്ഡിതന്മാർ നടത്തിയ സർവ്വമത പ്രാർത്ഥന, എല്ലാവരുടെയും, അതായത് ആ മതത്തിൽപ്പെട്ട ആൾക്കാർ മരിക്കുമ്പോൾ നടത്തുന്ന ആ പ്രാർത്ഥനകളൊക്കെ, എല്ലാ പ്രാർത്ഥനകളും ഈ മൃതശരീരങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ നടത്തപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം ഈ മതവും ജാതിയും വർഗവും ഒക്കെ മരിക്കുന്നിടം വരെയുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക്, ഇത്തരം അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് ഈ ഒരു പ്രകൃതിയോ ദൈവമോ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരുന്നത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചറിവുണ്ടാകാനും, അതുപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിലൊന്നുമല്ല, നമ്മുടെ നമ്മുടെ ബലഹീനതയും ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമാണ് ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതെന്നും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നും, നമ്മൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഇങ്ങനെയുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ. മനുഷ്യരൊക്കെ മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ തമ്മിത്തല്ലുമ്പോൾ
ഇതൊക്കെ ഈ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് നമ്മളെ ഇത്തരം മൃതശരീരം ഇത്തരം ശവകുടീരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ ഇത് കാണിച്ചു തരുന്ന ഒരു മാതൃക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതൃകയല്ല, ഒരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കുന്നിടത്തോളം കാലം നന്നായി ജീവിക്കുക, സന്തോഷത്തോടു കൂടി ജീവിക്കുക, മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നമ്മുടേതായിട്ട് ഈ ഭൂമിയിലേക്ക് കൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുക എന്നുള്ളത്. നമ്മുടെയൊക്കെ ജീവിതം എത്ര സമയമുണ്ടെന്നോ ഏത് നിമിഷത്തിൽ നമ്മളൊക്കെ പൊലിഞ്ഞു പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഭൂമിയിൽ ലഭിച്ചിട്ടുള്ള എത്ര സമയമാണോ അത്രയും സമയം, മരിക്കുന്നിടം വരെയുള്ള സമയം നമ്മൾ നന്നായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാർക്കും ഇതുപോലെയുള്ള തിരിച്ചറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെയൊന്നും ആയിരിക്കില്ല ചിന്തിച്ചിട്ടുണ്ടാവുക. നമ്മളൊക്കെ ഇച്ചിരി സെൽഫിഷും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതൊക്കെ ഒന്ന് വന്ന് കണ്ടു നോക്കണം. നമുക്കൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ മൃതദേഹം പോലും തിരിച്ചറിയാൻ പറ്റാതെ ഇപ്പോഴും പുറത്ത് നിൽക്കുന്ന ബന്ധുക്കാരുടെയും അല്ലെങ്കിൽ ഉറ്റവരുടെയും ഉടയവരുടെയൊക്കെ ആ ഒരു വിഷമവും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എത്രത്തോളം വൈകാരികമായിട്ടുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ പോലും മനസ്സിലാവില്ല. കാരണം അത്തരം സിറ്റുവേഷനൊക്കെ നമ്മൾ വന്ന് നോക്കണം, എങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ പറയുക, ഒരു കുടുംബത്തിലെ 10ഉം 15ഉം പേരും പോയിട്ട് ഒരാൾ മാത്രമായിട്ട് ബാക്കി, അതും വിദേശത്തു നിന്നും ഗൾഫിൽ നിന്നൊക്കെ ഒക്കെ തിരിച്ചു വരുമ്പോൾ സ്വന്തം ഭാര്യയില്ല, മക്കളില്ല, അമ്മയില്ല, അപ്പനില്ല, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ, ബന്ധുക്കാരോ ചേട്ടനോ അനിയനോ ആരും ഇല്ലാത്തുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഒരു ജീവിതാനുഭവം തന്നെയാണ് കേട്ടോ. ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത്. ചേച്ചി അവിടെ ഇറക്കിയിട്ട് ആ താഴെ സൈഡ് കൂടെ കൊണ്ടുവരാം. നമ്മളിപ്പോൾ കണ്ട ആ താഴെ ഭാഗം മാത്രമല്ല, ഈ മുകളിലായിട്ട് ഇവിടെയും ഒരു ഏരിയയിൽ ഇതേപോലെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ഇപ്പുറത്തും അവിടെ തികയാതെ വന്നതൊക്കെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഒരു ഭാഗം. ഇതും അതുപോലെ തന്നെ സമാനമായ വലിയൊരു പ്രദേശം തന്നെയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കേട്ടോ. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് കണ്ടോ, ഈ നേരത്തെ അവർ പറഞ്ഞ പോലെ ഇന്നലത്തെ കനത്ത മഴയിൽ കുഴിഞ്ഞു പോയതാണ്. അതായത് എടുത്തിട്ട മണ്ണായതുകൊണ്ട് കുഴിഞ്ഞു പോയതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ക്ലിയർ ആക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് വീണ്ടും മണ്ണൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിഞ്ഞു പോകാത്ത രീതിയിൽ ആക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ആ ഒരു പ്രദേശത്ത് നമ്മൾ കണ്ടത്. അതാണ് അവിടെ ആ വെള്ള കളർ ഷീറ്റുകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇത് എന്താ പറയുക, ഇത് ആരും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. മണ്ണാണ്. ഇത്രയും പേർക്ക് ഒരുമിച്ചൊക്കെ നമ്മൾ ഒരു പ്രദേശത്ത് മണ്ണൊക്കെ എടുത്ത് കുഴിച്ചെടുക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല ഈ പ്രദേശത്ത് വീഴുന്ന മഴയുടെ ഒരു കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള മഴയാണ് ഈ പ്രദേശത്തൊക്കെ. ഹലോ, അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? ജിബിൻ വട്ടുകുളത്തിൽ. അച്ഛൻ ചൂരമല ഇടവകയിലെ വികാരിച്ചനാണ്. ജൂലൈ 30-ാം തീയതി വെളുപ്പിന് ഉറങ്ങിക്കിടന്ന പലരുടെയും വലിയൊരു വാർത്തയായിട്ട് വരുന്നത് വലിയൊരു ദുരന്തത്തിന്റെ വാർത്തയാണ്. എല്ലാവരുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു ഉരുൾപൊട്ടലാണ് അന്ന് ഉണ്ടായത്. അന്ന് പ്രഭാതത്തിൽ ഇത് സംഭവം ഉണ്ടായത് മുതൽ അവിടെയുള്ള നാട്ടുകാരും ഇടവകക്കാരും എല്ലാവരും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. വെളുപ്പാങ്കാലത്തുണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിൽ ഒത്തിരിയധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സ്വത്തുക്കളും വസ്തുവകകളും വീടുകളും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോഴും തിരിച്ചറിയാൻ പെടാത്ത ബോഡികൾ നമ്മൾ മറവ് ചെയ്യുന്ന സ്ഥലത്ത് പുത്തുമലയിലാണ് നിൽക്കുന്നത്. ഒത്തിരിയധികം ബോഡികളും ശരീരഭാഗങ്ങളും ഒക്കെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നതും ഇന്ന് വന്നിരിക്കുന്ന ബോഡികളുടെ
സർവ്വമത പ്രാർത്ഥനയ്ക്ക് വേണ്ടി പങ്കുചേരുവാൻ വേണ്ടിയിട്ടാണ്. ചൂരൽമല ഇടവകയിലും ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിലാണെങ്കിലും ഒപ്പം മറ്റ് ക്യാമ്പായിട്ടുമൊക്കെ ഇടവകയും പരീക്ഷകളും ഒക്കെ അന്നേ ദിവസം തന്നെ ആ പ്രഭാതത്തിൽ തന്നെ നമ്മൾ തുറന്നു കൊടുത്തു. ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ സഹകരിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ചൂരൽമല ഇടവകയിൽ 9 പേരാണ് ഇതുമൂലം മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ 7 പേരുടെ ബോഡി നമുക്ക് കിട്ടി, അവരെ നമ്മൾ അടക്കം ചെയ്യുകയും ചെയ്തു. ഇനിയും 2 പേരെ നമ്മൾ കിട്ടിയിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു വിഷമത്തിലാണ് ഇടവക്കാരെ എല്ലാവരും ആയിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോഴും ഈ ഒരു മൃതസംസ്കാര ശുശ്രൂഷകൾ 2 ആഴ്ച പിന്നിട്ടിട്ടും നടക്കുന്നു എന്നുള്ളത് ഏവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഈ ഓരോ പാർട്സും മറവ് ചെയ്തിരിക്കുന്നത്. ആ വലിയൊരു പ്രയത്നത്തെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഒപ്പം രക്ഷാപ്രവർത്തകരായിട്ട് അന്നേ ദിവസം തൊട്ട് ഒത്തിരിയധികം പേര് ഇവിടെയുണ്ട്. അവരിപ്പോഴും ഈ ഒരു പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കുചേരുകയാണ്. അവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയും ചെയ്യുകയാണ്. തുടർന്നും ഇനിയും ഈ ദിവസങ്ങളിലുമൊക്കെ ഈ ഒരു മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ന് അവസാനിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കുകയുമില്ല. അന്ന് രാത്രി എത്ര മണിക്കാണ് അച്ഛൻ ശരിക്കും ഈ സംഭവം അറിയുന്നത്? ഞാൻ അറിയുന്നത് 2 മണിയോട് കൂടിയിട്ടാണ്. 1:30 തൊട്ട് സംഭവം ഉണ്ടായ നിമിഷം തോറും എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്കും ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഞാനും അറിഞ്ഞത് 2 മണിക്കാണ്. എല്ലാവരും വിളിച്ചറിഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. ആ സമയത്ത് തന്നെ ചൂരൽമല ടൗണിലേക്ക് പോവുകയും നമ്മുടെ പള്ളിയും പരിസരവും ഒക്കെ തുറന്നു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയവരെല്ലാം അങ്ങോട്ടേക്കാണ് അന്ന് ദിവസം കൊണ്ടുവരികയും ചെയ്തത്. അച്ഛൻ ആദ്യം ചൂരൽമല ടൗണിൽ ചെല്ലുമ്പോൾ ടൗണിലൊക്കെ വെള്ളം കയറിയിരുന്നു? ടൗണിലെല്ലാം വെള്ളം കയറിയിരുന്നു. നമുക്ക് ടൗണിന്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് 3-3:45 ആയപ്പോഴത്തേക്കും അടുത്ത പൊട്ടലുണ്ടായി. അപ്പോഴേക്കും എല്ലാവരും ഓടിച്ചു വിടുകയാണ് ഫയർഫോഴ്സ് ചെയ്ത്. കാരണം അത് വലിയൊരു ശക്തിയായിട്ടാണ് വന്നത്. അതായത് 3:45 ആ പൊട്ടലായിരുന്നു ഏറ്റവും വലിയ അതായിരുന്നു ഏറ്റവും വലിയൊരു പൊട്ടലായിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ചൂരൽമല ഇടവകയിലെ വികാരി അച്ഛൻ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അച്ഛനൊക്കെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ സംസാരിച്ച, അതായത് മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടതാണ്. ഇന്നിപ്പോൾ അച്ഛൻ ഒന്നാമത് ഇത്രയും ദിവസമൊക്കെ ആയി കഴിയുമ്പോൾ സ്ഥിരവും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരെയും മനസ്സ് മരവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. DNA ടെസ്റ്റ് തിരിച്ചറിഞ്ഞ് ഇവിടെ എന്താ പറയുക, ഓരോരുത്തരുടെ ബോഡി തിരിച്ചറിഞ്ഞ് ബന്ധുക്കാരൊക്കെ ഇവിടെ ശേഷക്രിയകൾ നടത്താൻ വരുന്ന രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ തെരച്ചിലിൽ കണ്ടുകിട്ടിയ 3-4 മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ബോഡി പാർട്സുകൾ ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നേരത്തെ 100-170 ബോഡികളൊക്കെ ഒരുമിച്ച് സംസ്കരിച്ച് അതേ രീതിയിൽ തന്നെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി തന്നെ സംസ്കരിക്കാനായിട്ട് പോവുകയാണ് നമ്മളിപ്പോൾ. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ദൃശ്യങ്ങളായിരിക്കും. വിതരിച്ച ഓൾ തീർന്നു. അവരുടെ മൃതദേഹങ്ങൾ മാതൃസമിതി അംഗങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. പാദം ചേരണേ മുകുന്ദ രാമ പാദിമേ. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നാമെല്ലാം മാഞ്ഞടിയുന്നു ഇല്ല യാത്രക്കാരാ. നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാക്കളകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ.
ഉസ്മാനാജി, കൽപ്പറ്റ MLA TCP, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജു, ഇതൊരോർമ്മ ഇടമായി കാത്തു സൂക്ഷിക്കാൻ